വെൽക്കം ബാക്ക് ടു ബിയോണ്ട് ബോർഡേഴ്സ്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഒരു വീഡിയോ നിങ്ങൾ തമിഴിൽ ഇതിലൊക്കെ കണ്ട പോലെ തന്നെ ഞാൻ എങ്ങനെയാണ് ഒരു ട്രിപ്പിന് മുന്നേ റെഡി ആവുന്നത് എന്നുള്ള ഒരു വീഡിയോ ആണ്. ഞാൻ കുറേ ആയി ഇങ്ങനെ ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. എല്ലാ ട്രിപ്പിന് പോകുമ്പോഴും ഞാൻ ഇങ്ങനെ കുറേ ഒരുങ്ങിയൊക്കെ സെറ്റാക്കിയൊക്കെ പോകും. പക്ഷേ ഇതെങ്ങനെയാണ് ഞാൻ പ്രിപ്പറേഷൻസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഔട്ട്ഫിറ്റ് പ്ലാൻ ചെയ്യുന്നത്, ഹെയർ കട്ട് ആൻഡ് ഹെയർ കളർ ഏതാണ്, അതുപോലെ നെയിൽസ് ഒക്കെ ഞാൻ ചൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, സോ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം. ഫസ്റ്റ് നമുക്ക് ഹെയർ കളർ ആൻഡ് ഹെയർ കട്ട് കണ്ടിട്ട് വരാം. സോ എൻ്റെ ഹെയർ കട്ട് നാളെയാണ് അപ്പോയിൻമെൻറ്റ്. അപ്പോൾ ഞാൻ ഇന്ന് ഹെയർ വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓൾറെഡി അവർ ഹെയർ വാഷ് ചെയ്യും, പക്ഷേ ഞാൻ വിചാരിച്ചു എൻ്റെ ലാസ്റ്റായിട്ട് ഈ മുടിയിൽ നിന്ന് കുറേ മുടി നാളെ പോവും. മാത്രമല്ല ഹെയർ കളറ് ഒക്കെ പുതിയതായിരിക്കും. പിന്നെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ്റെ മുന്നേ ഉള്ള എൻ്റെ ഹെയറിൻ്റെ ഒരു കണ്ടീഷൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബിഫോർ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ മുന്നേ ഹെയർ ട്രീറ്റ്മെൻ്റ് ആയിട്ടൊന്നും ചെയ്തിട്ടില്ല. എൻ്റെ ഹെയർ ടെക്സ്ചർ ഇങ്ങനെ തന്നെയാണ്, പക്ഷേ ഞാൻ ഹെയർ കളറിങ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് കണ്ടോ ഇതിൻ്റെ റൂട്ട് സൈഡിലൊക്കെ ബ്ലാക്കും പിന്നെ ഇതിൻ്റെ എൻഡിലേക്ക് വരുമ്പോൾ ഒരു ബ്രൗൺ കളറാണ് വരുന്നത്. യൂഷ്വലി ഞാൻ ഹെയർ വാഷിന് മുന്നേ ഓലപ്ലെക്സിൻ്റെ ഈ ഒരു സിറം യൂസ് ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടും, നല്ല നറിഷ്ഡ് ആയിട്ടിരിക്കും. സോ ഞാൻ അധികം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് മസാജ് ചെയ്യുക ഈ റൂട്ടിലാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്കൊന്ന് കുളിച്ചിട്ട് വരാം. എൻ്റെ ഹെയർ ഒരു മീഡിയം ഒരു ടൈപ്പ് ഹെയറാണ്. സോ ഞാൻ ഈ ഒരു ബ്രാൻഡിൽ നിന്നുള്ള ഷാമ്പൂ ആണ് യൂസ് ചെയ്യുന്നത്. ഞാനപ്പോൾ നാളെ അടിക്കാൻ പോകുന്നത് ഞാൻ ഇതുവരെ അടിക്കാത്തൊരു കളറാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് എങ്ങനെ ഉണ്ടാവും എന്നറിയാം. ഒരു ന്യൂ ലുക്ക്. നമ്മളെപ്പോഴും ഒരു കംഫർട്ട് സോണിൽ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ഓക്കെ ഇപ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്യൂ അങ്ങനെ ഞാൻ വിചാരിച്ചിട്ട് പോവാണ്. എന്താവും എന്തോ. അൾട്ടയിലെ അപ്പോയിൻമെൻറ്റ് ഒരു 11:30 ഇപ്പോൾ 11:30 കഴിഞ്ഞ്. ഞങ്ങൾ പിന്നെ എപ്പോഴും ലേറ്റാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ള ട്രാൻസ്ഫോർമേഷൻ കാണിക്കാം. പിന്നെ അജിയും ഉണ്ട് കൂടെ. എന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് അവൻ പോവും, അവന് കുറച്ച് അസൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളിൽ പോവാം. ഇപ്പോൾ കളറിങ് ആണ് ഫസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഫോയിൽസൊക്കെ വെച്ചു. ഇപ്പോൾ അവർ ചെക്ക് ചെയ്യണം ഓരോരോ ഫോയിൽ വെച്ചിട്ട് റെഡി ആയോ എന്നൊക്കെ. അടുത്തത് ഇനി നമ്മളിത് വാഷ് ചെയ്ത് കളഞ്ഞ് പിന്നെ റൂട്ടിൽ ഈ സെയിം കളറാണ്, പിന്നെ ഇങ്ങോട്ടേക്ക് ഒരു ബ്രൗൺ കളർ. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ കയ്യിൽ റെഫറൻസ് ഉണ്ട്, ഞാനത് എവിടെയെങ്കിലും കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഏത് കളറാണ് അതെന്നും പിന്നെ ഏത് ഹെയർ കട്ടാണെന്നുള്ളതും ഞാൻ ലാസ്റ്റ് റിവീൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇനി കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇത് അഴിക്കും. പിന്നെ ഹെയർ വാഷ്, ഹെയർ കട്ട്, ലാസ്റ്റാണ് ഹെയർ കട്ട് കേട്ടോ. നോർമലി ഞാൻ മുന്നേ ഉള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പം ആദ്യമായിരിക്കും ഹെയർ കട്ട് ചെയ്യുക, പിന്നെ കളറിങ്, അങ്ങനെയാണ്. ബട്ട് ഇവിടെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഹോപ്പ്ഫുള്ളി നമ്മൾ വിചാരിച്ച പോലെയൊക്കെ വരുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് സമയം കൊണ്ട് വെയിറ്റ് ചെയ്യാം. സോ ഇതാണ് എൻ്റെ അപ്ഡേറ്റഡ് ഹെയർ കട്ട് ആൻഡ് ഹെയർ കളർ. ഹെയർ കട്ട് ഞാൻ ബട്ടർഫ്ലൈ ഹെയർ കട്ടാണ് വിചാരിച്ചത്, ബട്ട് അത് കുറേ ലെയേഴ്സ് കിട്ടിയിട്ടില്ല, കുറച്ച് കിട്ടി. എനിക്ക് ആ ഒരു വോളിയൂം വേണമായിരുന്നു. മാത്രമല്ല ലെങ്ത്തും എനിക്ക് അത്ര കമ്മിയാക്കണം എന്നുണ്ടായിരുന്നില്ല. സോ ഇതാണ് കളറ്. ബട്ട് കളറിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. കാരണം ഈ ഒരു ടൈപ്പ് ഓഫ് കളർ തന്നെയായിരുന്നു എനിക്ക് വേണ്ടത്. സോ ഇതൊരു സട്ടിലായിട്ടുള്ള ഒരു കളറാണ് കേട്ടോ. ഈ ഹെയർ കളർ വരുന്നത് ഗോൾഡൻ വാൾനട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളറാണ് കേട്ടോ. ഞാൻ ഉദ്ദേശിച്ച അതുപോലെ തന്നെ അതിൻ്റെ ഔട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഹെയർ കട്ട് ഞാൻ കുറച്ചുകൂടെ നല്ല ലെയേഴ്സ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അത് അത്ര അവർക്ക് ചെയ്യാൻ പറ്റിയില്ല. ബട്ട് സ്റ്റിൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഫേസ് ഫ്രെയിമിങ് ലെയേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. ഇനി എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവത്തിനാണ് പോകുന്നത്, ഷോപ്പിങ്ങിന്. അപ്പോൾ കുറേ ഡ്രസ്സുകളൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടുവച്ചിട്ടുണ്ട് റെഫറൻസ് ആയിട്ട്. അപ്പോൾ നേരെ നമ്മളിപ്പോൾ ഒരു മോളിലൊക്കെ വന്നിട്ടുള്ളത് ഇവിടെ H&M-ലാണ് കേട്ടോ ഇപ്പോൾ ഉള്ള. ഈ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ സ്റ്റിൽ ഞാൻ എന്തോ എനിക്ക് സംതിങ് ഓഫായിട്ട് തോന്നി. അങ്ങനെ ഞങ്ങൾ അവിടെയുള്ള എല്ലാ കടകളിലും ഓൾമോസ്റ്റ് കയറി ഇറങ്ങി. എനിക്കൊന്നും കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ വിചാരിച്ചു അജിക്ക് എന്തെങ്കിലും ഡ്രസ്സ് എടുക്കാമെന്ന്. അങ്ങനെ അവന് കുറച്ച് ഷോർട്ട്സും പിന്നെ കുറച്ച് കാഷ്വൽ ആയിട്ടുള്ള ടോപ്സാണ് നോക്കുന്നത്. കാരണം ഞങ്ങൾ പോകുന്നത് ലാസ് വേഗസിലാണ്. അവിടെ കുറച്ച് ചൂടൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് നടക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഡ്രസ്സുകളാണ് നോക്കുന്നത്. മാത്രമല്ല നമുക്ക് സൺഗ്ലാസും ആവശ്യമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി വാങ്ങിച്ചു. ഇതെല്ലാം ഞാൻ എടുത്തത് ഞാൻ പിന്നെ കാണിക്കാം. അങ്ങനെ അവിടുന്ന് നമ്മൾ നേരെ
വീട്ടിലേക്ക് പോയി. നമ്മളിപ്പോൾ പാക്കേജ് വന്നിട്ടുണ്ട് 2-3 അപ്പോൾ അതൊക്കെ പോയി മേടിക്കാൻ വേണ്ടി പോവാണ്. കുറച്ച് ഷോപ്പിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു ആമസോണിൽ നിന്ന്. 2-3 ദിവസമായിട്ട് ഇപ്പോൾ സാധനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ഐസിയാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് വേണം നടക്കാൻ, ഇല്ലെങ്കിൽ താഴെ വീഴും. അപ്പം ഇതൊരു ടാസ്ക്കാണ്. അങ്ങനെ ഞാൻ ഇപ്പോൾ വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും എൻ്റെ വന്നു കേട്ടോ. അപ്പം എന്തായാലും ഞാൻ എക്സൈറ്റഡ് ആണ്. ഇന്ന് ട്രൈ ഓൺ ചെയ്തൊക്കെ നോക്കണം, ഫിറ്റ് ചെയ്യുന്നതാണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം ഇതൊക്കെ. ഞാൻ ഇത് വാങ്ങിക്കാൻ പോകുന്ന വഴിയിൽ ഒരാളെ കണ്ടു, ആ ആളെ കാണിച്ചു തരാം കേട്ടോ. ഒരു ഓളഫിനെ ആരോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. ആരാണെന്നറിയില്ല, പക്ഷെ നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാൻ. ഇന്നലെ തൊട്ടേ ഇവിടെ ഉണ്ട്. ആ പോകുന്ന വഴി ഇങ്ങനെ ഐസിയാണ്, സോ നമ്മൾ നടക്കുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കണം. പിന്നെ ഇവരിവിടെ സോൾട്ട് ഇട്ടിട്ട് ഇത് മെൽറ്റ് ചെയ്ത് വെക്കും, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ബട്ട് നല്ലോണം സൂക്ഷിച്ച് പോകണം. എന്തായാലും എൻ്റെ പാർസലൊക്കെ കിട്ടിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഞാൻ നല്ല ഹാപ്പിയാണ്. ഇന്നാണ് നമ്മൾ കംപ്ലീറ്റ് പാക്കൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ കാത്തിരുന്ന ഐറ്റംസ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. കുറേ എണ്ണം ഓർഡർ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ മെയിനായിട്ട് ഞാൻ ഇപ്രാവശ്യം ഈ ഒരു ബ്രാൻഡ്, വിൻസർ എന്നാട്ടോ ഈ ബ്രാൻഡിൻ്റെ പേര്, ഇതിന്നാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ആമസോണിൽ നിന്നും ഉണ്ടെന്ന് തോന്നുന്നു. കുറേയൊക്കെ വന്നു, ഇനി ഒരുപാട് വരാനും ഇരിക്കുന്നുണ്ട്. ഇതൊരു 4 ഡേയ്സിൻ്റെ ട്രിപ്പ് ആയതുകൊണ്ട് ആ ഫസ്റ്റ് ഡേയിൽ കുറച്ചൊരു ഡ്രസ്ഡപ്പ് ആയിട്ടുള്ള ഒരു ലുക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഞാൻ ഈ ഒരു സ്റ്റൈലാണ് ചൂസ് ചെയ്തത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഷൂസും വാങ്ങി. നീ ഹൈ ബൂട്ട് എന്നാണ് ഇതിന് പറയുക. പിന്നെ അന്ന് കുറച്ച് വാക്കിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അധികം ബിഗ് ഒരു ഹീലല്ല എടുത്തത്. ഇതൊരു 2 ഇഞ്ചാണ്, അത് വലിയ കുഴപ്പമില്ല, മാനേജബിൾ ആണ്. സെക്കൻഡ് ഡേ ഞങ്ങൾ പോകുന്നത് ഒരു ട്രക്കിംഗ് പോലെ, കുറച്ച് നടക്കാനും കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതിന് ഞാൻ ഇങ്ങനെ ഈ ഒരു ടീഷർട്ടും ഈ ഒരു പാൻറ്റും, ഒരു സിമ്പിളായിട്ടുള്ള ലുക്ക്. പിന്നെ നെക്സ്റ്റ് ഡേ, 3rd ഡേ ഞങ്ങൾ ഒരു കയാക്കിംഗ് പോലെയുള്ള സ്ഥലമാണ്. അപ്പോൾ നനയുന്ന ടൈപ്പ് ഒരു ഡ്രസ്സാണ് വേണ്ടത്. സോ ഞാൻ എൻ്റെ കയ്യിലുള്ളൊരു പാൻറ് ഉണ്ട്, അത് ഞാൻ എടുത്തില്ല. ഞാനിത് നനയാൻ വേണ്ടി മാത്രമായിട്ടൊരു പാൻറ് വാങ്ങിച്ചിരുന്നു. ആ പാൻറ്റും പിന്നെ അതാ ഈ ഒരു ടോപ്പാണ് ഞാൻ അതിന് ഇടുന്നത്. അപ്പോൾ അതൊക്കെയാണ് 3ാമത്തെ ദിവസം. പിന്നെ ഞാനൊരു എക്സ്ട്രാ ഒരു ടോപ്പും കൂടെ വാങ്ങി. അത് ഇൻ കേസ് ഒരു എമർജൻസിക്ക് വേണ്ടി ഞാൻ എപ്പോഴും എക്സ്ട്രാ എടുത്ത് വെക്കും. അതാണ് ഇത്. പിന്നെ 4th ഡേ, അതായത് ലാസ്റ്റ് ഫൈനൽ ഡേ, ഞങ്ങൾ റൂമൊക്കെ ചെക്കൗട്ട് ചെയ്തിട്ടാണ് ബാക്കി സ്ഥലങ്ങൾ കാണുന്നത്. അപ്പോൾ കുറച്ച് കംഫർട്ടബിൾ ആയിട്ടും കുറച്ച് റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ടൈപ്പാണ് ഞാൻ ചെയ്യേണ്ടത്. നമ്മളുടെ ലൂസ് പാൻറ് ഇപ്പോൾ ഉണ്ടല്ലോ, ടൈലേർഡ് ഫിറ്റ് പാൻസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു സ്റ്റൈൽ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇപ്രാവശ്യം അതന്നെ ആയിക്കോട്ടെ ഞാൻ വെച്ചിട്ട് ആ ഒരു പാൻറ്റും ഒരു മെറൂൺ ടോപ്പ്, അതിൻ്റെ പിക്ചർ എനിക്ക് ഉണ്ടാവും തോന്നുന്നില്ല. ട്രിപ്പ് പ്ലാൻ ഇട്ട ഉടനെ തന്നെ ഐറ്റിനറി ചെക്ക് ചെയ്ത് അവിടേക്ക് ഏതൊക്കെ ടൈപ്പ് ഓഫ് ഡ്രസ്സുകൾ ഇടാൻ പറ്റുമെന്നാണ് ഞാൻ ആദ്യം നോക്കുക. അതുമാത്രമല്ല ഞാൻ ഒരുപാട് റെഫറൻസ് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും പിൻട്രസ്റ്റിലാണെങ്കിലും ഒക്കെ എടുത്ത് നോക്കിയിട്ട് ഞാൻ ഇതുവരെ ഇടാത്ത ഡ്രസ്സുകൾ എങ്ങനത്തൊക്കെ ഉണ്ട് എന്നൊക്കെ ഞാൻ നോക്കും. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു ഫൈനൽ ഒരു ഡിസിഷനിലേക്ക് എത്തുക. എന്നിട്ട് അതുപോലെ ഉള്ള ഡ്രസ്സസ് ഓൺലൈനിൽ തിരയും. കാരണം നമ്മൾ ഓഫ്ലൈനിൽ പോയിട്ട് തിരയുമ്പം അധികം അങ്ങനത്തെ ഒന്നും എനിക്ക് സ്റ്റോറിൽ പോകുമ്പോൾ ഒന്നും കിട്ടാറില്ല. ഞാൻ ഇങ്ങനെയാണ് അപ്പോൾ ചെയ്യാറുള്ളത്. പിന്നെ ഇത് ഇവിടെ അടുത്തുള്ളൊരു സ്റ്റോറിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. ഇത് കമ്മൽ, മാല അങ്ങനെയുള്ള കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് പീസസ് ആണ് ഇപ്രാവശ്യം ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഈ പെട്ടി നിറയ്ക്കലാണ്. അപ്പോൾ ഞാൻ കുറേ ഐറ്റംസ് വാങ്ങിയിട്ടുണ്ട്. ആക്ടിവിറ്റീസിന് പിന്നെ അതുപോലെ നമ്മളുടെ ക്ലൈമറ്റ് എങ്ങനെയുണ്ട്, നല്ല വെതറാണോ, ഇതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഔട്ട്ഫിറ്റ് പ്ലാൻ ചെയ്യുക. അതെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മുന്നേയൊക്കെ ഞാൻ അങ്ങനെയൊന്നും നോക്കാതെ തോന്നിയത് അങ്ങ് ഞാൻ എടുത്തു വെക്കും. ഈ ഒരു കവർ കംപ്ലീറ്റ് അജിക്ക് അടിച്ച സാധനങ്ങളാണ്. എനിക്കും ഉണ്ട് കേട്ടോ. ടൈലേർഡ് ഫിറ്റ് പാൻസ് അജിയും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഒരു ദിവസം ഒരു ഫോർമൽ ടൈപ്പിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇനി അടുത്തത് ഈ ബ്രഷസ് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്. ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. നിങ്ങൾ ആരും ഇത് ഉപയോഗിച്ചിട്ടില്ലെങ്കിലും ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ തന്നെ ഇതിനകത്തേക്കാണ് ആ ലിക്വിഡ് ഒഴിക്കാൻ പോണേ. അപ്പോൾ എനിക്ക് അത്യാവശ്യം വേണ്ട ബ്രഷസ് മാത്രമാണ് ഞാൻ എടുക്കുന്നുള്ളൂ. ഇതിൽ ഫുള്ള് ഞാൻ എടുക്കുമെന്ന് അറിയില്ല.
ഒരു 3 ഐ ബ്രഷ് അങ്ങനെയൊക്കെ. അപ്പോൾ സോ ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ എക്സൽ ഡെയിലി ബ്രഷ് ക്ലീനർ. ഇത് ഭയങ്കര ഈസിയാണ്. എക്കോ ടൂൾസിൻ്റെ ആണ് കേട്ടോ വരുന്നത്. ഇൻസ്റ്റൻ്റ് ആയിട്ട് ഡ്രൈയും ആകും, അതുകൊണ്ട് പെട്ടെന്ന് ക്ലീൻ ആക്കി കിട്ടും. അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു വെക്കുക, എന്നിട്ട് നമ്മളുടെ ഈ ബ്രഷസൊക്കെ ഡിപ്പ് ചെയ്യാം. ഇതിൽ എനിക്ക് വേണ്ട ബ്രഷസൊക്കെ ഞാൻ ഡിപ്പ് ചെയ്യാൻ പോവാണേ. ഇതിൽ ആവശ്യമുള്ള ഐറ്റംസ് മാത്രം നമുക്ക് മാറ്റി വെക്കാം. ഇതിൽ ഒരുപാട് ലിപ് കളേഴ്സ് ഞാൻ ഇപ്രാവശ്യം പുതിയതായിട്ട് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മെയിനായിട്ട് എടുത്ത് വെക്കണം. അപ്പോൾ ഒന്ന് ഓർഗനൈസ് ചെയ്ത് സെറ്റാക്കി വെക്കാം. അപ്പോൾ ഇതിൽ ഒരുപാട് ലിപ്സ്റ്റിക്സ് ഉണ്ട്. ഇതിലെനിക്ക് കുറേ ഫേവറേറ്റ്സ് ഉണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാം എൻ്റെ ഫേവറേറ്റ് ആണ്. പിന്നെ ഇതിലൊരു റെയർ ബ്യൂട്ടിയുടെ ബ്ലഷും ഉണ്ട്. സോ ഇത് പിന്നെ അതിൻ്റെ കൂടെ അതിൻ്റെ കോമ്പോസ് ആയിട്ട് വരുന്ന ലിപ് പെൻസിലും ഉണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാം ഞാൻ ഒരു ബാഗിലായിട്ട് ഈ ഒരു കുട്ടി പൗച്ചിലാണ് ലിപ്സ്റ്റിക്കിൻ്റെ മാത്രമായിട്ട് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് എനിക്ക് മേക്കപ്പ് ചെയ്യാൻ ആവശ്യമുള്ളത്. അപ്പോൾ അതൊക്കെ ഞാൻ ഈ ഒരു ബിഗ് പൗച്ചിലേക്കാണ് ഇടുന്നത് കേട്ടോ. ഇനി ഞാൻ ഇങ്ങനത്തെ ക്ലിപ്സ്, ബണ്ണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ചെറിയ ബാഗിൻ്റെ അകത്ത് ഇടാണ്, സിപ്പ് ലോക്ക് ആയിട്ടുള്ള. പിന്നെ ഈ ഒരു മോർഫിയുടെ പാലറ്റാണ് ഞാൻ ഇപ്രാവശ്യം കൊണ്ടുപോകുന്നത്. കാരണം ഇതാവുമ്പോൾ കുറേ കളേഴ്സ് ഉണ്ട് ഒറ്റ പാലറ്റ് എടുത്താൽ മതി. പക്ഷേ ഇതിൻ്റെ ചെറിയൊരു പാലറ്റ് ഞാൻ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ ഇപ്രാവശ്യം പറ്റിയില്ല. ഉണ്ടായിരുന്നെങ്കിൽ അത് കൊണ്ടുപോകായിരുന്നു. എനിവേസ്, അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു കംപ്ലീറ്റ് സെറ്റ് ഞാൻ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മളുടെ ഒരുക്കങ്ങളൊക്കെ ഓൾമോസ്റ്റ് എൻ്റെ ആവാറായി. അതിലെ ലാസ്റ്റ് ആയിട്ട് ഞാൻ ചെയ്യുന്നത് നമ്മളുടെ നെയിൽ എക്സ്റ്റൻഷൻസ് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അധികവും ഇപ്പം ഇങ്ങനെയുള്ള നെയിൽ എക്സ്റ്റൻഷൻസ് ആണ് വെക്കാറ്. ഞാൻ മുന്നേ പോയിട്ട് ചെയ്യുമായിരുന്നു, പക്ഷേ ഇവിടെ വന്നിട്ട് എനിക്ക് കുറച്ച് ഡാമേജ് ആയി ഈ നെയിൽസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വേണ്ട, ഇതാകുമ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം ഉപയോഗിച്ചാൽ മതി, അല്ലെങ്കിൽ റിമൂവ് ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെയായിട്ട് സോ ഇതൊരു മിക്സ് ആൻഡ് മാച്ച് ചെയ്യുന്ന 2 ഡബിൾ ഷെയ്ഡ് വരുന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മാത്രമല്ല എൻ്റെ ഡ്രസ്സിൻ്റെ കളർ ഏകദേശം ഇങ്ങനത്തെ ഒരു ഷെയ്ഡിലുള്ളതാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അപ്പോൾ ഇതെല്ലാത്തിലേക്കും ഒരു ഇതാവുന്നു. പിന്നെ എനിക്കിങ്ങനെ കളർഫുള്ളിനേക്കാളും കുറച്ചൊരു ന്യൂഡ്, ഒരു വൈറ്റിഷ് അങ്ങനെയൊക്കെയാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഇത് എടുത്തു. ഇത് പേൾ എസൻസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൽ നിന്നാണ്. ഇതിൽ 48 പീസ് വരുന്നുണ്ട്. ആൽമണ്ട് നെയിൽസ് ആണ് കേട്ടോ. സോ കറക്റ്റ് സൈസ് നമുക്ക് കിട്ടി. ഇനി ഇതിനെ നമുക്ക് 10 സെക്കൻഡ്സ് എല്ലാത്തിനും പ്രസ് ചെയ്ത് കൊടുക്കാം. അയ്യോ, പെട്ടെന്ന് ഒട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. ഇത് എല്ലാം അതിൻ്റെ ഓർഡറിൽ വെക്കാം. എന്നിട്ട് ഫസ്റ്റ് നമുക്ക് ഇതിനെ ഒട്ടിക്കാം. ഇത് എത്ര ലാസ്റ്റ് ചെയ്യുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ് അഡ്ഹസീവ് ടൈപ്പ് ഓഫ് ഞാൻ ചെയ്യണത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ നെയിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിങ്ങനെ ലോങ് നെയിൽസ് ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ്. ഈ ഒരു ആൽമണ്ട് നെയിൽസിലാണ് ചെറുത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇത്ര ലോങ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ ലോങ് ആയിട്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഹാപ്പിയായി ഈ നെയിലിൽ. ഇനി ഈ നെയിലും കൂടെ ഇട്ടിട്ട് നമുക്ക് വരാം. ഓക്കെ, അപ്പോൾ നെയിൽസ് റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ചിലപ്പോൾ റിമൂവ് ചെയ്യും. ഇതൊരുമാതിരി ഭയങ്കര വലുതായിട്ട് തോന്നുന്നു. പ്ലസ് ഈ കയ്യിൽ ഞാൻ അങ്ങനെ ഇട്ട് ഒരു ശീലമില്ലാത്തതുകൊണ്ടായിരിക്കാം, ബട്ട് ഇതാണ് ലുക്ക്. അങ്ങനെ ഈ ഒരു വ്ളോഗ് ഇവിടെ എൻഡ് ആവുകയാണ്. ഞാനപ്പോൾ ചെക്ക് ലിസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ എന്തൊക്കെ നമ്മൾ കവർ ചെയ്തു എന്നൊക്കെ ഉള്ളത് ടിക്ക് ഓൺ ചെയ്ത് ഒക്കെ സെറ്റാക്കി വെച്ചു. അപ്പോൾ അടുത്തതായിട്ട് ഇനി വരാൻ പോകുന്നത് ലാസ് വേഗസിലെ വ്ളോഗാണ്. അപ്പോൾ ആ ഒരു വ്ളോഗായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.